കാപ്രിക്കോൺ നിങ്ങളുടെ കാർഡ്സ് ഞാൻ ഷഫൽ ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് കുറേ ക്ലിയർ ആയിട്ട് പുറത്തു വരുന്നുണ്ടായിരുന്നു. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഈ പേഴ്സൻ്റെ മനസ്സിൽ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്. പക്ഷേ അതുണ്ടായിട്ടും എന്തോ ഒരു തടസ്സമുണ്ട്, എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്ക് എന്താണ്, എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ഒന്നും ഒരു ആക്ഷൻ എടുക്കാൻ അവർക്ക് പറ്റാത്തത്, എന്താണ് ഈ സിറ്റുവേഷൻ്റെ ഫ്യൂച്ചർ, അതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗ് തുടങ്ങാം. എന്താണ് നിങ്ങൾക്ക് ഗൈഡൻസ് വരണമെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ, എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിംഗ് മെസ്സേജ് വരണമെന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഇത് കാപ്രിക്കോൺ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം മെസ്സേജസ് ബാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ കാപ്രിക്കോൺ, ഇപ്പോഴത്തെ നിങ്ങൾ രണ്ടാളുടെയും സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴത്തെ സിറ്റുവേഷന് ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കമാണ്. ഈ തുടക്കം ഒരു നല്ല സ്റ്റേബിൾ തുടക്കമായിരിക്കും, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൻ്റെ തുടക്കമാണ് ഇത്. ഇതുവരെ ഇതുണ്ടായിട്ടില്ല വെച്ചാൽ അത് ഉണ്ടാവാൻ പോകണ എനർജി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഇവിടെ ഞാനൊരു സെപ്പറേറ്റഡ് എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും വേണമെച്ചാൽ സെപ്പറേറ്റഡ് ആവാം, സെപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇതൊരു പുതിയ തുടക്കമാവാം. അപ്പോൾ ഒരു റീകൺസിലിയേഷൻ എനർജിയും ആവാം. അപ്പോൾ ഞാനിവിടെ കാണുന്നത് കുറേ ഹിസ്റ്ററി ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ, കുറേ ബാഗേജ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ വിട്ടിട്ട് നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിലേക്കാണ് പോകാൻ പോകുന്നത്. നിങ്ങളുടെ എനർജിയിൽ ഞാൻ കാണുന്ന കുറേ ഇമോഷൻസ് ആണ്, കുറേ ഫീലിങ്സ് ഉണ്ട്, കുറേ എന്താ പറയുക, ഹിഡൻ ഫീലിങ്സ് ആണ് കാണുന്നത്. നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ അങ്ങനെ സംസാരിക്കണില്ല വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഈ പേഴ്സണോട് അതൊക്കെ പറയാൻ പറ്റുന്നില്ല. ഇവിടെ ഞാനൊരു സ്ട്രോങ് സോൾമേറ്റ് കണക്ഷനാണ് കാണുന്നത്. എന്തോ ഒരു കെമിസ്ട്രി ഉണ്ട്, എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട്, പക്ഷേ എവിടെയോ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള പേടിയുമുണ്ട്. മേ ബി അത് നിങ്ങളുടെ പാസ്റ്റിൻ്റെ കാരണമായിരിക്കാം. എന്തായാലും ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾ അവരോട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടും ഉണ്ടാവില്ല നിങ്ങളുടെ ഫീലിങ്സിനെ കുറിച്ച്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ ഞാനൊരു റൊമാൻറ്റിക് എനർജിയാണ് കാണുന്നത്, ഫ്ലേർട്ടിങ് എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഞാൻ കാണുന്നത് എന്തോ ഒരു ടെക്സ്റ്റ് ഇല്ലച്ചാൽ മെസ്സേജ് വരാൻ പോകുന്നുണ്ട്. ഇവർക്കും ഒരു ലോങ് ടേം ഫ്യൂച്ചറാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു നല്ല ബ്യൂട്ടിഫുൾ എനർജിയാണ് കാണുന്നത്. ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു തടസ്സം ഇല്ല, ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തോ ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ എന്താ നിങ്ങളുടെ പാസ്റ്റിലുണ്ടായേ, പാസ്റ്റിൽ എന്താണ് ഇഷ്യൂ ഉണ്ടായേ? അപ്പോൾ ഹൈറോഫാണ്ട് വന്നിട്ടുണ്ട്. മേ ബി പാസ്റ്റിൽ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, റിലിജ്യൻ വേറെ വേറെ ആവാം, കാസ്റ്റ് ഇഷ്യൂസ് ആവാം, ഫാമിലിയുടെ സൈഡിൽ നിന്ന് കുറേ വഴക്ക് ഉണ്ടാവണ എനർജി ആവാം. അതല്ല ഇതൊരു തേർഡ് പാർട്ടി ആവാം, എന്ന് വെച്ചാൽ ഒരു പേഴ്സൺ ഇവിടെ മാരീഡ് ആയിരിക്കാം. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പറഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത്. അതല്ല നിങ്ങൾ രണ്ടാളും മാരീഡ് ആണെന്ന് വെച്ചാൽ ഇവിടെ എന്തോ ഒരു തേർഡ് പാർട്ടി വന്നു. ഓക്കെ, ഇടയിൽ. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഈ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്? അപ്പോൾ നിങ്ങൾ എവിടെയോ വെയിറ്റ് ആണ് ചെയ്യണത് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ ഈ പേഴ്സണെ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്തിട്ടില്ല. ഇതിൽ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, എന്താ ചെയ്യേണ്ടത്, ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടാവുമോ, ഈ പേഴ്സൺ കോണ്ടാക്ട് ചെയ്യുമോ, അങ്ങനെ നിങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. പറഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പ്രതീക്ഷിച്ചിട്ടിരിക്കുകയാണ്. അത് ചിലപ്പോൾ ഈ പേഴ്സൺ എന്നെ കോണ്ടാക്ട് ചെയ്യുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ കുറേ വഴക്കും ഉണ്ടായിട്ടുണ്ട്. ഈ പാസ്റ്റ് ഇഷ്യൂൻ്റെ കാരണം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ ഇഷ്യൂസ്, വഴക്ക്, പിന്നെ വേറെ ആൾക്കാർ ഇൻ്റർഫിയർ ചെയ്യണ എനർജി, അതൊക്കെ ഇവിടെ കാണാണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയം വരെ സെപ്പറേറ്റ് ആയി. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്
കുറേ പാഷൻ്റെ ഫീലിങ്സ് ആണ്. അവർക്ക് ഇവിടെ ഒരു പുതിയ തുടക്കം വേണം എന്നുണ്ട് നിങ്ങളുടെ കൂടെ. അവർ ക്ലിയർ ആണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ അവർക്ക് എന്താ വേണ്ടതെന്ന്. ഇതിൻ്റെ മുമ്പേ അവർക്ക് ആ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചൊരു സ്പേസ് കിട്ടിയപ്പോൾ അവർക്കും കുറേ റിഗ്രറ്റ്സും ഗിൽട്ടും അതൊക്കെ ഉണ്ട് ഇപ്പോൾ. എന്താ വെച്ചാൽ മുമ്പത്തെ പാസ്റ്റിൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് അവർക്ക് ഇപ്പോൾ അതിൻ്റെ കുറേ വിഷമമുണ്ട്. അതെനിക്ക് ചെയ്യായിരുന്നു, അത് എന്തുകൊണ്ടായില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ നടക്കുന്നുണ്ട് ഇങ്ങനത്തെ തോട്ട്സൊക്കെ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ? നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലിയേഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വേണം, റീകൺസിലിയേഷൻ വേണം, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് നിങ്ങൾ നോക്കണത്. നിങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് പ്രേ ചെയ്യണത്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഇവരുടെ ഇൻറ്റൻഷൻ ഇപ്പോൾ അവർ തൽക്കാലം ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല. ഞാൻ കാണുന്നത് അവർ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആണ്. എന്താ വെച്ചാൽ അവർ എന്താ വേണ്ടതെന്ന് അറിയാത്തൊരു എനർജിയിലാണ്. ഇങ്ങോട്ടേക്കാണോ പോകണ്ടേ, അവിടേക്കാണോ നല്ല ഓപ്ഷൻ, എന്താ വേണ്ടേ, ഫാമിലിനെയാണോ ഫോളോ ചെയ്യണ്ടേ, ഇല്ല വെച്ചാൽ എൻ്റെ ഇൻറ്റ്യൂഷൻ എന്താ പറയണ വെച്ചാൽ അതാണോ കേൾക്കണ്ടേ. അപ്പോൾ അങ്ങനെ അവരുടെ മനസ്സിൽ കുറേ ഇങ്ങനെ യെസ് നോ ആണ് നടക്കണത്. കുറേ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് അവരൊരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ആക്ഷൻ, ഫ്യൂച്ചർ ആക്ഷൻ? നിങ്ങൾ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാൻ നോക്കുവാണ് ഈ സിറ്റുവേഷനിൽ. ഞാൻ കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ എന്തോ ഒരു ആക്ഷൻ എടുക്കാനുള്ള പ്ലാനിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഞാൻ ആ ആക്ഷൻ കാണുന്നത്. ഈ പേഴ്സൻ്റെ ഭാഗത്തിന് ആക്ഷൻ 8 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ എന്തോ ഈ ഒരു ഇമോഷണലി ഒരു സിറ്റുവേഷന് വിടാൻ നോക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവരുടെ ലൈഫിൽ വേറെ ആരും ഉണ്ടെങ്കിൽ അവർ ആ സിറ്റുവേഷന് വിട്ടിട്ട് അവരുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നോക്കുന്നത്. അവരുടെ ഇൻറ്റൻഷൻ അവർ ആക്ച്വലി സ്റ്റാഗ്നൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ഓക്കെ, അവരുടെ മനസ്സിൽ തന്നെ ഒരു ഷുവർ അല്ലാത്ത എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം ഉണ്ടാവുക? ഔട്ട്കം ഞാൻ കാണുന്നത് ഒരു പോസിറ്റീവ് ഔട്ട്കം തന്നെയാണ്. ഒരു പേഴ്സൺ ഇവിടെ കുറേ കോൺഫിഡൻ്റ് ആയിട്ടാണ് കാണുന്നത്. മറ്റേ പേഴ്സൺ അത്ര കോൺഫിഡൻ്റ് അല്ല. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു റിജക്ഷൻ കാണാണ്ട് ഈ സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് ഒരു ലോ സെൽഫ് കോൺഫിഡൻസ് ആണ് ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്ന്. ഓക്കെ, അപ്പോൾ അത് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ആവാം. കുറച്ചൊരു വെയിറ്റിംഗ് എനർജിയും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഉടനെ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടാവാൻ പോകുന്നുണ്ടെന്ന്. ഈ പേഴ്സണിന് ആ ഒരു മെൻ്റൽ ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിൽ നിന്ന് പുറത്തു വരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ യൂണിവേഴ്സ് ഇവിടെ ഒരു പുതിയ തുടക്കം കൊണ്ടുവരുത്തുന്നുണ്ട്. ബട്ട് ആ പുതിയ തുടക്കം വന്നു കഴിഞ്ഞിട്ടും അത് ഉണ്ടായിട്ടും ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടും ഈ സിറ്റുവേഷനിൽ കാര്യങ്ങൾ പ്രോഗ്രസ് ആവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അത് മോസ്റ്റ്ലി ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നാണ് ബ്ലോക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്പുറം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ സൈൻ? അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ക്യാൻസർ ഉണ്ട്, പൈസീസ് ഉണ്ട്, എക്വേരിയസ് ഉണ്ട്, ടോറസ് ഉണ്ട്, ജെമിനൈ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ വന്നിരിക്കണേ? സ്കോർപ്പിയോ. അപ്പോൾ ഈ പേഴ്സൺ ഒരു സ്കോർപ്പിയോ ആവാം. പിന്നെ ഇവിടെ ഞാൻ കാണുന്നത് സാജിറ്റേറിയസ് ആണ്. ഇവിടെ വന്നിരിക്കണ ഏരീസ് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ കാണുന്നത് അക്വേരിയസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സൈൻസ് ഇവിടെ കാണാണ്ട് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് എന്താ പറയണമെന്ന് നോക്കാം. ഇവിടെ ഒറക്കിൾ മെസ്സേജ് വന്നിരിക്കുകയാണ് ഫ്ലേർട്ട്, എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ എന്തോ ഇവിടെ ഒരു ഫ്ലേർട്ടിങ് എനർജി കാണാണ്ട് ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻസ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സും ഇതും പറയാൻ വേറെ മെസ്സേജ് ഇവിടെ തരാൻ നോക്കുന്നത് എന്താ വെച്ചാൽ മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ എനർജി കുറേ സീരിയസ് ആയിപ്പോയി.
കുറച്ചൊരു ലൈറ്റ് ഹാർട്ടഡ് എനർജി വെച്ചിട്ട് ഓപ്പൺലി കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചാൽ മേ ബി ഇവിടെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടാൻ പറ്റും. ഓക്കെ, എന്താ വെച്ചാൽ ഈ പേഴ്സൺ കുറേ മെൻ്റലി സ്റ്റാഗ്നൻ്റ് ആണ്. അതിൻ്റെ മുകളിൽ നിങ്ങളുടെ എനർജിയും ഇങ്ങനെ ഒരു സീരിയസ് എനർജി ആയാൽ ഇത് എവിടെയും പോവില്ല. എന്താ വെച്ചാൽ ഈ പേഴ്സൺ കുറേ ബ്ലോക്ക്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യണേ. അപ്പോൾ കുറച്ചൊരു ലൈറ്റ് ഹാർട്ടഡ് എനർജി വെക്കാനാണ് യൂണിവേഴ്സ് പറയണേ. എല്ലാം സീരിയസ്ലി എടുക്കേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ ഇങ്ങനെ ലൈറ്റ് എനർജി വെച്ചാൽ തുറന്ന് സംസാരിക്കാൻ ഈസി ആവും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ മെസ്സേജ് വന്നിരിക്കണേ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.